ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മളൊരു പൊതിച്ചോറ് വ്ളോഗാണ് കേട്ടോ ചെയ്യാൻ പോണത്. നമ്മൾ പൊതിച്ചോറിന് ഒരുപാട് കറികളും ഒന്നും വേണമെന്നില്ല കേട്ടോ. സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലില്ല കുറച്ച് ഉപ്പേരിയും അച്ചാറും ചമ്മന്തിയും മുട്ട പൊരിച്ചതും ഒക്കെ ഉണ്ടായാൽ തന്നെ ഇനി ഇതൊന്നും വേണ്ട, കുറച്ച് ചമ്മന്തിയും അച്ചാറും ഒക്കെ തന്നെ മതി കേട്ടോ. പൊതിച്ചോറ് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് എരിയിലൊക്കെ വാട്ടി അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ അടങ്ങിയിട്ട് അതൊരു ഫീലാണ് നമുക്ക് ആ പൊതിച്ചോറ് കഴിക്കാമെന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ആ ഫീലിനാണ് നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നൽ. അല്ലാതെ അതിക്ക് ഒരുപാട് കറികൾ ഉണ്ടായിട്ട് കൂട്ടി കഴിക്കുക അങ്ങനെയൊന്നുമല്ല പൊതിച്ചോറെന്ന് പറഞ്ഞാൽ കേട്ടോ. നമുക്ക് സിമ്പിളായിട്ടുള്ള കറികൾ കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പൊതിച്ചോറ് ഉണ്ടാക്കാം. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കാം കേട്ടോ. അപ്പം നമ്മൾ രാവിലെ ചായയുടെയും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇല്ല വെജിറ്റബിൾസ് കൊണ്ട് ഒരു തട്ടിക്കൂട്ടി പൊതിച്ചോറാട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെജിറ്റബിൾ കട്ട് ചെയ്തിട്ട് നമുക്കൊരു അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ മഞ്ഞൾപ്പൊടി ഉപ്പും ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇത് അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ബീൻസ് കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ താത്ത ബീൻസ് അരിയുന്നുണ്ട് കേട്ടോ. ബീൻസ് ഉപ്പേരിയും പിന്നെ മുരിങ്ങയില കൊണ്ട് തോരനും ആണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഉള്ളത് കേട്ടോ. പിന്നെ അപ്പോൾ അവിയൽ ഇതാ ഒന്ന് തിളച്ച് വന്നപ്പോൾ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി അവിയലിക്കില്ല അരപ്പ് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഒരു അരമുറി തേങ്ങയും ചെറിയ മുറി കേട്ടോ, പിന്നെ 2 പച്ചമുളക് 6 ചെറിയ ഉള്ളി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ നമുക്ക് ഇനി വാഴൻ്റെ ഇല വെട്ടണം, കറിവേപ്പില എടുക്കണം, പിന്നെ മാങ്ങ ചമ്മന്തി ഉണ്ടാക്കണം. അപ്പോൾ അതിനൊക്കെ ഒന്ന് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം നമുക്ക് വാഴൻ്റെ ഇല വെട്ടാം കേട്ടോ. അപ്പം നമ്മൾ അപ്പുറത്തെ വീട്ടിലത്തെ വാഴൻ്റെ ഇല കേട്ടോ. നമ്മളിവിടേക്ക് അതിൻ്റെ ഇലയൊക്കെ തൂങ്ങിയോണ്ട് നമ്മൾ ഇവിടുന്ന് തന്നെ നമുക്കത് എടുക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ അവിടെ അപ്പുറത്തേക്ക് ഇറങ്ങി പോയിട്ട് എടുക്കണം. ഇതിപ്പോൾ ഇവിടേക്ക് തൂങ്ങി നിൽക്കുന്ന ഇതാവുകൊണ്ട് നമുക്ക് സുഖാട്ടോ, വേഗം ചെന്ന് വെട്ടി എടുത്ത് പോന്നാൽ മതി. അപ്പം അങ്ങനെ പറ്റണതൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അപ്പുറത്തേക്ക് പോയി എടുത്തു. ഇവിടുന്ന് അധികം കിട്ടാത്തതിനും കൊണ്ട് പിന്നെ അപ്പുറത്തേക്ക് പോയിട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനെ കറിവേപ്പിലയും മാങ്ങയൊക്കെ എടുക്കണം. മാങ്ങ കൊണ്ട് മാങ്ങ ചമ്മന്തി അരക്കണം, പിന്നെ തേങ്ങാ ചമ്മന്തി അരക്കണം, പിന്നെ മുളക് ചമ്മന്തി. ഇതിൻ്റെ 3 റെസിപ്പി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ചമ്മന്തികളാണ്. കടിച്ചക്ക ഉണ്ട്, ഒരു ഫ്രൈ കടിച്ചക്ക ഫ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉണ്ടായത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പേരിയും മസാല ഇട്ടൊക്കെ ഉണ്ടാക്കി മടുക്കുമ്പോൾ ഇങ്ങനെയും ട്രൈ ചെയ്യാം കേട്ടോ. മസാലയൊക്കെ ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിലും കുഞ്ഞുതാക്കിയും കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്യലൊക്കെ നമ്മളെ ഇഷ്ടം പോലെ. അപ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾസൊക്കെ വെന്ത് വന്നപ്പോൾ നമ്മുടെ അരപ്പ് ഇട്ട് കൊടുത്ത്, അരപ്പിൽ ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് 5 മിനിറ്റ് അടച്ചു വെക്കാം. നമ്മൾ തേങ്ങയൊക്കെ ഒന്ന് കുക്കായി വരണ്ടേ. അപ്പോഴേക്കും ഒരാൾ മാങ്ങ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ബീൻസ് ഉപ്പേരിയിൽ മുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ തൈര് ഒഴിച്ചിട്ട് നമ്മുടെ അവിയൽ ശരിയാക്കി എടുക്കാം. അപ്പോൾ പുളിക്കനുസരിച്ചുള്ള തൈരൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട്, പിന്നെ നമ്മൾ ഒരുപാട് തിളക്കണം എന്നൊന്നുമില്ല. പിന്നെ അത് കടുക് വറുത്തിട്ടാൽ മതി. അപ്പം നമ്മുടെ അവിയൽ റെഡി ആയിട്ടോ. തൈര് ഒഴിച്ചാൽ പിന്നെ അങ്ങനെ ഫ്ലെയിം ഓഫാക്കി നമ്മൾ കടുക് വറുത്താൽ മതി. പിന്നെ തോരന് മുരിങ്ങയില കൊണ്ട് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തേങ്ങ ഇട്ടിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ ഉപ്പേരിയും തൂമിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് നമ്മൾ എന്നും ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. പിന്നെ ഉണക്കമീൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മുളക് ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു പിടി ചെറിയ ഉള്ളിയും ഒരു പിടി ഉണക്കമുളകും എടുത്തിട്ട് നമ്മുടെ മണ്ണും ചട്ടിയിൽ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. അല്ലെങ്കിൽ ഗ്യാസിൽ നമ്മളിങ്ങനെ കുത്തി കൊടുത്തിട്ട് ചുട്ടെടുത്താലും മതി, അല്ലെങ്കിൽ അടുപ്പ് ഉണ്ടെങ്കിൽ അതിൽ ചുട്ടെടുത്താലും മതി കേട്ടോ. അപ്പോൾ അതങ്ങനെ അവിടെ റെഡി ആകുന്നുണ്ട്. പിന്നെ മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാം. മാങ്ങ നുറുക്കി വെച്ചതും പിന്നെ മുളക് പൊടിയും ഇട്ട് കൊടുക്കണം. മുളക് പൊടി ജസ്റ്റ് ഒന്ന് വറുത്തതാട്ടോ, വറുത്ത മുളകും പൊടിയാണ്. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇത് അരച്ചെടുക്കാം. സിമ്പിളായി ചമ്മന്തികളാട്ടോ. നമുക്ക് മുളക് ചമ്മന്തി ഉണ്ടാക്കാൻ ഉപ്പിട്ടിട്ട് ആണ് അരച്ചെടുത്താൽ മതി കേട്ടോ. വേറെ ഒന്നുമില്ല. നല്ല ടേസ്റ്റില്ലൊരു നാടൻ ചമ്മന്തി ആട്ടോ ഇത്. പിന്നെ അതിക്കൊരു പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിവിടെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി കേട്ടോ. കാരണം നല്ല എരിവുണ്ടാവും, കുറച്ച് കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ തേങ്ങയും വറുത്ത മുളക് പൊടിയും ഇട്ടിട്ട് കുറച്ച് പുളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ചിലർ മാങ്ങ ആഡ് ചെയ്യും. നമ്മളിപ്പോൾ മാങ്ങ ചമ്മന്തി സെപ്പറേറ്റ് ഉണ്ടാക്കിയതും കൊണ്ട് ഇതിലേക്ക്
കുറച്ച് പുളി, ഒരുപാട് പുളിയല്ല, കുറച്ച് പുളി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് അതും കൂടി അരച്ചെടുക്കാം. അപ്പോൾ 3 ചമ്മന്തിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. 3 സിമ്പിളായ ചമ്മന്തി കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കടച്ചക്കയിലേക്ക്, ഇതിന് വേറെ എവിടെ എന്തൊക്കെ പറയട്ടോ എനിക്കറിയില്ല, ഇവിടെ കടച്ചക്കാന്ന് പറയാം. അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും സുർക്കയും ഗരം മസാലയും ഒക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കോൺഫ്ലോർ ഇട്ട് കൊടുക്കണം കേട്ടോ. മുട്ട ഒഴിക്കണ്ട, നമ്മൾ ചിക്കൻ പൊരിക്കണ ശേഷം മുട്ട ഒഴിക്കണ്ട. അത് മസാല ഇരുമ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ വെച്ചിട്ട് ഇനി പപ്പടം കാച്ചതിന് ശേഷം നമുക്ക് കടച്ചക്ക കൂടി പൊരിച്ചെടുക്കണം. അങ്ങനെ കടച്ചക്ക ഓരോന്നിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു 3/4 ഭാഗം കുക്കാകുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒരു ചിക്കൻ പൊരിക്കണ പോലെ പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് പൊതിച്ചോറിക്ക് വേണ്ടത് മുട്ടയാണ്. അപ്പോൾ നമുക്ക് മുട്ടകൾ പൊരിച്ചെടുക്കാം. ഓരോരുത്തർക്കും ഓരോന്ന് വെക്കേണ്ടി വിചാരിച്ചിട്ട് ഓരോന്നായിട്ട് തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ മുട്ട പൊരിക്കുമ്പോൾ ഇവിടെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാട്ടോ. ചിലവർക്ക് ഉള്ളി ഇട്ടിട്ടാണ് പൊരിക്കുക, ചിലവർക്ക് ഉള്ളി ഇടാതെ. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മുട്ട പൊരിക്കലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് വാഴൻ്റെ ഇല വാട്ടിയിട്ട് നമുക്ക് ഇതിൽ ചോറാക്കി വെക്കാം. നമ്മൾ കഴിക്കണതിൻ്റെ 1 മണിക്കൂറോ ഒക്കെ മുമ്പ് തന്നെ ആക്കി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ വാഴൻ്റെ ഇലയൊക്കെ വാട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് പൊതിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 7 ആളാണ് കേട്ടോ ഉള്ളത്. കുട്ടികളൊക്കെ കൂട്ടി നമ്മൾ 7 ആളാണ് വീട്ടിലുള്ളത്. അപ്പോൾ നമുക്ക് 7 പൊതിച്ചോറ് ഉണ്ടാക്കണം. അപ്പോൾ ഞാനങ്ങനെ ചോറൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഉപ്പേരിയും അവിയലും എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുട്ടികൾക്ക് എരിവൊന്നും വേണ്ടാത്തതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് പൊതിഞ്ഞെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് നോർമലായിട്ട് ഞാനൊക്കെ എല്ലാതും കഴിക്കും, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ചിലവർ അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ എല്ലാതും സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ ഞാനിതിൽ. ഇതിന് പൊതിയാൻ വേണ്ടി അറിയണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ എപ്പോഴൊന്നും പൊതിച്ചോറൊന്നും ഉണ്ടാക്കലില്ല. എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ഒരുപാട് ഇങ്ങനെ കഴിക്കണം തോന്നുമ്പോഴൊക്കെ ഉണ്ടാക്കലുള്ളൂ. പക്ഷേ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഞാനിങ്ങനെ പൊതിയണതൊക്കെ ഫസ്റ്റ് ടൈമാണ്. താത്തയൊക്കെ പൊതിയണത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ പൊതിയൊക്കെ ചെയ്യണത്. അപ്പോൾ പറഞ്ഞു തന്നിട്ടൊന്നുമില്ല, നമുക്ക് തന്നെ അറിയാൻ പറ്റും. പെട്ടെന്ന് തന്നെ നമുക്കിതിങ്ങനെ പൊതിഞ്ഞെടുക്കാം കേട്ടോ. അപ്പം നമുക്കിനി പേപ്പറിലും കൂടെ പൊതിഞ്ഞ് വെക്കാം കേട്ടോ. ശരിക്കും നമ്മൾ വീട്ടിലാണെങ്കിൽ ഈ വാഴൻ്റെ കയറുകൊണ്ട് തന്നെ ഒന്ന് കെട്ടിയാൽ മതിയാവും. പിന്നെ അങ്ങനെ കിട്ടാത്തതും കൊണ്ട് ഞാൻ പേപ്പറിലും കൂടെ പൊതിയാണ്. വീട്ടിൽ കുറച്ച് നേരം വെച്ചിട്ട് നമുക്ക് കഴിക്കാനാണെങ്കിൽ ജസ്റ്റ് വാഴൻ്റെ ആ നാര് കൊണ്ട് ജസ്റ്റ് കെട്ടിയാലും മതി കേട്ടോ. അങ്ങനെ ഓരോരുത്തർക്കുള്ളത് ഓരോ പാട്ടായിട്ട് ഇങ്ങനെ പൊതിഞ്ഞ് വെക്കാം കേട്ടോ. കുട്ടികൾക്കാകുമ്പോൾ അവർക്ക് ചിലത് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർക്കും കൂടെ പൊതിഞ്ഞ് വെക്കുകയാണ്. ചിലർക്ക് മുട്ട ഉള്ളി ഇട്ടിട്ട് പറ്റൂല. അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ അതിനനുസരിച്ചിട്ട് തന്നെ പൊതിഞ്ഞാക്കി വെക്കാം കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ ആണെങ്കിൽ നമുക്ക് ഒരേ പൊതിയൊക്കെ ഉണ്ടാക്കിയാൽ മതി. പക്ഷേ അങ്ങനെ എല്ലാത്തിനും കൊണ്ട് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ പൊതിഞ്ഞ് വെക്കുന്നത് ചോറ്. നമ്മൾ കഴിക്കണതിൻ്റെ 1 മണിക്കൂറോ ചിലർ 2 മണിക്കൂറോ ഇപ്പം നമ്മൾ സ്കൂളിലോ അങ്ങനെയൊക്കെ പോകുമ്പോഴാണെങ്കിൽ എവിടേക്കെങ്കിലും പോകുമ്പോൾ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ രാവിലെയൊക്കെ പൊതിഞ്ഞിട്ട് ഉച്ചയ്ക്ക് കഴിക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒരു 1/2 മണിക്കൂറോ 10 മിനിറ്റ് അങ്ങനെ ഒന്നും ആക്കി വെച്ചാൽ അതിൻ്റെ ഒരു ഇത് കിട്ടില്ല. ശരിക്കും 1-2 മണിക്കൂർ മുന്നേ തന്നെ ആക്കി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലാതെ നമ്മൾ പൊതിഞ്ഞ് അപ്പം തന്നെ കഴിക്കുകയാണെങ്കിൽ അത്ര തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് ടൈം ഇങ്ങനെ കെട്ടി വെക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിതാ ഉള്ളി ഇടാത്ത മുട്ടയൊക്കെ പൊതിഞ്ഞ് ഒന്നാക്കി വെക്കാം കേട്ടോ. അങ്ങനെയൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ അതിൽ പേരൊക്കെ എഴുതി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ അങ്ങോട്ടോട്ടും മാറ്റേണ്ടി വരും. അപ്പോൾ അപ്പം തന്നെ നമ്മൾ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊതിഞ്ഞ് നമ്മൾ മാറ്റി വെക്കുന്ന ടൈമിൽ നമ്മൾ ആർക്കാണ് വേണ്ടത് വെച്ചാൽ നമ്മൾ വിചാരിച്ച ആളെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ചമ്മന്തി ചോറാണ് കേട്ടോ. നമ്മളെല്ലാം 3 ചമ്മന്തിയും മിക്സ് ചെയ്തിട്ട് അതിൽ വേണമെങ്കിൽ മുട്ടയോ മീനോ നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു ചോറിന് വേറൊരു ടേസ്റ്റ് ആട്ടോ, നല്ല ടേസ്റ്റാണ്. ചമ്മന്തി ചോറ് കെട്ടി വെച്ചതാണ് കേട്ടോ. അത് ഞാൻ സെപ്പറേറ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ നോക്കിയതാട്ടോ. അങ്ങനെ നമ്മൾ ഓരോരുത്തരുടെ പേരൊക്കെ എഴുതി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ മുന്നാട്ടോ നമ്മളിതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ അങ്ങനെ ഉച്ചക്ക് ഒരു 1:30 ആയപ്പോൾ ഉള്ളതാണ് അവരൊക്കെ ഭക്ഷണം കഴിച്ചത്. അപ്പോൾ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ കുട്ടികളും മറ്റവരും എല്ലാവരും കഴിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ കുറച്ചും കൂടി കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി ലേറ്റായിട്ടാട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരുപാട് കറികളോ ഒന്നുമില്ല. അപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് മീനൊന്നും വരാത്തതുകൊണ്ട് മീനോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ഇത്രയും വേണമെന്നില്ല കേട്ടോ. ചമ്മന്തിയോ മുട്ട പൊരിച്ചതും ഒക്കെ ആയിട്ട് മതി കേട്ടോ. പിന്നെ പപ്പടം അകത്ത് കെട്ടി വെക്കാം. അപ്പോൾ നമ്മളെങ്ങോട്ടും പോകണമെന്നില്ലല്ലോ, വീട്ടിൽ നിന്ന് തന്നെ കഴിക്കാവുകൊണ്ട് നമുക്ക് പപ്പടം സെപ്പറേറ്റ് പോവുകയാണെങ്കിൽ നമുക്ക് വേറൊരു കവറിലാക്കി വെക്കാം. മറ്റേ ഇതിനെ തന്നെ മേലെ വെക്കുമ്പോൾ ഞാനിത് പപ്പടം മേലെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു കർച്ചീഫും പോലെ ആയിട്ടുണ്ടാകും പപ്പടം. പക്ഷേ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ കൂടി ഒരു ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ പൊതിച്ചോറ്. അപ്പോൾ പൊതിച്ചോറ് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്, നമുക്ക് ഒരു നല്ലാത്തൊരു ഫീലാണ്. അപ്പോൾ അതിൻ്റെ കറികളുടെ ടേസ്റ്റൊക്കെ അവർക്ക് വേറെ കറി ഉണ്ടാക്കണം എന്നൊന്നുമില്ല. ഒരു കറി ഇപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല, ഇതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ നമ്മളെ ചോറിലുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പൊതിച്ചോറിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഇല്ല കറികളും ഒക്കെ വെച്ചിട്ട് ഒന്ന് പൊതിച്ചോറ് ഉണ്ടാക്കാം. അപ്പോൾ പുറത്ത് നല്ല മഴയൊക്കെ ഉണ്ട് കേട്ടോ. 3 മണിയായി നമ്മൾ ഭക്ഷണം കഴിച്ചപ്പോൾ പുറത്ത് നല്ല മഴയൊക്കെ ഉണ്ട്. അപ്പോൾ പൊതിച്ചോറൊക്കെ കഴിച്ച ക്ഷീണത്തിൽ ഉറങ്ങാൻ പറ്റിയ കാലാവസ്ഥയാണ് എന്തായാലും. ഇപ്പോൾ ഇവിടെയൊക്കെ നല്ല മഴ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്താ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വ്ളോഗും വീഡിയോയും ഒക്കെ ആയി വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അസ്സലാമു അലൈക്കും.